ഞാൻ ആരും കാണാതെ ഈ സൈഡിൽ കയറിയിട്ട് മരടിക്കാൻ വന്നത്. അപ്പോൾ ഇവന്മാർ ആരും കണ്ടിട്ടില്ല. ഇതെങ്ങനെ ഞാൻ നോക്കാം. പിന്നെ ഈ പൊട്ടന്മാർക്ക് ആർക്കും അറിയത്തില്ല. അതുകൊണ്ട് മുമ്പല്ല പിന്നെ ഞാൻ ജയിച്ചു. പിന്നെ അതും പോരെ ബിഗ് കംബാക്ക് 3-1 ഈ കളി. ഇപ്പം 3-2 പറ്റൂ ഗൈസ്. എന്നിട്ട് ഇനി 3-2 എനിക്ക് പറയാൻ പറ്റത്തില്ല. അവർ കയറി വരുവാണെങ്കിൽ എന്തായാലും പൊട്ടും ഗൈസ്. ടാക്സ് 7 എടുത്തേക്കാം. എനിക്ക് പറയാൻ പറ്റില്ല. ഗ്രനേഡ് ഉണ്ടെങ്കിൽ എന്തായാലും പൊട്ടിച്ച് കിട്ടാണ്. ഡി സ്റ്റാർ ഈസ് കിങ്. നിങ്ങളെ കൊണ്ടാകും ഓട്ടാ ഗൈസ്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കാം. എടാ മോനെ, ഞാൻ വിചാരിച്ച അവനെ അടിക്കുമെന്ന്. പേടിക്കണ്ട, നമുക്കൊന്ന് പൊട്ടിക്കടാ. ഇത്രയേ ഉള്ളു. ഇട്ടേക്കാം. അവനെ കയറി വന്നിട്ടിരിക്കും. അടിക്കാൻ പോലും സമയം കൊടുത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഇനിമയായിരുന്നു കൊന്നടാൻ ഈ സിപ്പീസി ആങ്കറാക്കമ്മേ. പോ. ഞാൻ വിചാരിച്ചു 150 കിട്ടി. ഇനിയൊന്നും ചെയ്യണ്ട. നമ്മൾ ഡൺ 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 ബം ബം പ്ലേസ് വിട്രി ഗൈസ്. അല്ലെങ്കിൽ ഒരു പ്രോ ആണല്ലോ നമ്മൾ. 3-3. അയ്യോ, അവന്മാർ കമ്പാക്കല്ല, അവന്മാർക്ക് ഒരെണ്ണം കൂടി മതി ഗൈസ്. പേടിയുണ്ട്. ഇതിൻ്റെ മണ്ടയ്ക്കാറട്ടെ. ഫോളോ മീ. പക്ഷെ അവന്മാർ ഫോളോ ചെയ്തില്ല. എല്ലാം ഇത് ഗിൽഡിലുള്ളവരാ എതിർ ടീം. നമുക്ക് ആകെ 2 പേര് മാത്രമേ ഗിൽഡ്. പക്ഷെ ടീമിൻ്റെ പവർ നോക്കണം. ഇതെന്താ ആരും വരുന്നില്ലല്ലോ. ആരും വരുന്നില്ല. വന്നു. അയ്യോ, ഞാനെന്താ ഗൈസ് അറിയാതെ ആടി ഗൈസ്. അയ്യോ, പണിയേട്ടി. അവന്മാരെന്നെ അടിക്കും. ഞാനത് വെറുതെ. അപ്പോൾ ഇനി ഇതെൻ്റെ മുടക്കി കിടക്കടാ. എടുക്കുന്നു ജ്യൂസ് അടി. കുട്ടി ഗൈസ് നല്ലത്. എൻ്റെ വെസ്റ്റ് പോയി ഗൈസ്. അവന്മാർ മിക്കവാറും എടുക്കും. ഞാൻ സൂപ്പർ മെഡിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇപ്പം ഞാൻ പെട്ടവിടെ ശരിക്കും. ആരാണ് അവനെ അടിച്ചത്? ഇടയിലായിരുന്നു. ഇപ്പോൾ ഓക്കെ. ഇപ്പോൾ ഇല്ല. സൈസ് ഒരുത്തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു 150. ജയിച്ചു.